പോട്ട ബാങ്ക് കവർച്ച പ്രതി പിടിയിലായിരിക്കുന്നു. ലെവിനുണ്ട് വിവരങ്ങൾ നൽകാൻ. ലെവിൻ, എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? ആരാണ് പ്രതി? എവിടെ വെച്ച് പിടിയിലായി? ശ്യാമിലി, ഔദ്യോഗികമായി പോലീസ് പ്രതി പിടിയിലായതായി മാത്രമാണ് സ്ഥിരീകരിക്കുന്നത്. 36 മണിക്കൂറുകൾക്ക് ശേഷം, കവർച്ച നടന്ന് 36 മണിക്കൂറുകൾക്ക് ശേഷമാണ് മലയാളിയായ പ്രതിയെ പിടികൂടിയതായി ഔദ്യോഗികമായി ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. പ്രതി ആരാണെന്നോ എവിടെ നിന്നാണോ എന്നോ പിടികൂടിയതെന്നടക്കമുള്ള വിവരങ്ങൾ പോലീസ് പങ്കുവച്ചിട്ടില്ല. പ്രതി പിടിയിലായിരിക്കുന്നു, കസ്റ്റഡിയിലായിരിക്കുന്നു. ഇത്രയേറെ സമയം പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെട്ട പ്രതിയെ പിടികൂടി എന്നുള്ളതാണ് തൃശൂർ റൂറൽ എസ്.പി തന്നെ ഔദ്യോഗികമായി നമ്മളെ അറിയിച്ചിട്ടുള്ളത്. പ്രതിയെ പിടികൂടാൻ ഏറെ സമയത്തെ അധ്വാനമാണ് പോലീസ് നടത്തിയത്. വിപുലമായ അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ട് ഈ പ്രതിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയായി വിവിധ വിദഗ്ധ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളെ ഈ അന്വേഷണത്തിന്റെ ഭാഗമാക്കിയിരുന്നു. അവരെല്ലാവരും ചേർന്ന് നടത്തിയ ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് പ്രതി പിടിയിലായിട്ടുള്ളത്. 36 മണിക്കൂറിന് മുകളിൽ സമയമെടുത്തിരിക്കുന്നു പ്രതിയെ പിടികൂടുന്നതിനായി. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് പ്രതി പിടിയിലായതെന്നുള്ളതാണ് പോലീസ് ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. വൈകുന്നേരത്തോടു കൂടി പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. മലയാളിയാണ് പ്രതി. പേരോ വിവരങ്ങളോ ഔദ്യോഗികമായി മറ്റു കാര്യങ്ങളോ ഒന്നും പോലീസ് അറിയിക്കുന്നില്ല. പക്ഷേ പ്രതി പിടിയിലായി ഇതായി ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. 25 അംഗ 25 അംഗ പോലീസ് സംഘത്തെയാണ് അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തിയിരുന്നത്. തൃശൂർ റൂറൽ എസ്.പി അന്വേഷണത്തിന്റെ ഭാഗമായി മേൽനോട്ടം വഹിച്ചു. ചാലക്കുടി ഡിവൈഎസ്പി PK സുമേഷ് അന്വേഷണത്തിന് നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ഈ വിദഗ്ധ അന്വേഷണ സംഘത്തിന്റെ ഭാഗമായിരുന്നു. അങ്ങനെ 25 അംഗ സ്ക്വാഡ് രൂപീകരിച്ചുകൊണ്ടാണ് പ്രതിയെ വലയിലാക്കാൻ പോലീസ് ശ്രമം നടത്തിയത്. CCTV ദൃശ്യങ്ങൾ തന്നെയാണ് പ്രധാനപ്പെട്ട തെളിവ് ആയതെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അല്പസമയങ്ങൾക്കകം പ്രതിയെക്കുറിച്ചുള്ള ഔദ്യോഗികമായ വിശദീകരണങ്ങൾ അടക്കം നൽകുമെന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും 2 പകലും 2 രാത്രിയും പിന്നിട്ടതിന് ശേഷമാണ് പ്രതിയെ പിടികൂടാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും കവർച്ച നടത്തി 3ാമത്തെ ദിവസം കേരള പോലീസിന് പ്രതിയെ പിടികൂടാൻ സാധിച്ചിരുന്നു. ഈ കേസിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഉറച്ച ആത്മവിശ്വാസമായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർക്കുള്ളത്. കാര്യമായ തുമ്പ് CCTV ദൃശ്യങ്ങളും വാഹനവും അല്ലാതെ മറ്റൊന്നും ലഭിക്കാത്ത കേസിൽ, അതായത് ഫോറൻസിക് തെളിവുകളൊന്നും ലഭിക്കാത്ത കേസിൽ ഈ പ്രതിയെ പിടികൂടാൻ പോലീസ് നടത്തിയ അന്വേഷണത്തിലേക്ക് കഴിഞ്ഞത് ഈ 2 വീലർ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ്. ഈ 2 വീലർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ പ്രതി വലയിലായിരിക്കുന്നു. ഔദ്യോഗിക വിശദാംശങ്ങൾ അല്പസമയങ്ങൾക്കകം നമുക്ക് ലഭ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും ഈ പോലീസിനെ വട്ടം കറക്കിയ, കേരളത്തെ ഞെട്ടിച്ച ബാങ്ക് കൊള്ളയുടെ സൂത്രധാരനും ആസൂത്രകനുമായിട്ടുള്ള പ്രതിയെ പിടികൂടിയിരിക്കുന്നു. മലയാളിയായ പ്രതി പിടിയിലായതായി ഔദ്യോഗികമായി തന്നെ പോലീസ് അറിയിക്കുന്നു. ഏതായാലും കേരളത്തെ ഞെട്ടിച്ച ഒരു ബാങ്ക് കൊള്ളയാണ്. ആ ബാങ്ക് കൊള്ളയിൽ അതിന് കൃത്യമായ അന്വേഷണത്തിലൂടെ പ്രതിയിലേക്ക് എത്താൻ പോലീസിന് സാധിച്ചിരിക്കുന്നു. ശ്യാമിലി.